നീറ്റരികത്ത് നട്ട വൃക്ഷം പോലെയാണ് നീതിമാൻ എന്ന് 1-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈ വാക്യം മലങ്കര സഭയുടെ കൊച്ചി ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ യാക്കോബ് മാർ ഐറേനൂസ് തിരുമേനിയുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് സത്യമാണ്. ദൈവവുമായി ചേർന്ന് നിന്ന് തൻ്റെ ജീവിതത്തെ ശ്രേഷ്ഠതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന സ്വാത്വികനായ ഡോക്ടർ യാക്കോബ് മാർ ഐറേനൂസ് തിരുമേനി 75 വർഷം പിന്നിടുമ്പോൾ തൻ്റെ ജീവിതം എങ്ങനെയാണ് ദൈവവുമായിട്ട് ചേർത്ത് നിർത്തി ഫലപുഷ്ടമാക്കിയതെന്നും സമൃദ്ധമാക്കിയതെന്നും ഈ അഭിമുഖത്തിലൂടെ നമ്മളുമായി സംസാരിക്കുകയാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ലയ്ക്കടുത്ത് കല്ലൂപ്പാറയിൽ ജനിച്ചു വീണ ആ ശിശു 75 വർഷം കഴിയുമ്പോൾ മലങ്കര സഭയിൽ മാത്രമല്ല, മറ്റ് സഭാംഗങ്ങളുടെ ഇടയിലും കേരള സമൂഹത്തിൻ്റെ ഇടയിലും രാജ്യം വിട്ട് രാജ്യാന്തര തലത്തിലും അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രങ്ങൾ വളരെ പ്രസിദ്ധമാകുന്നതാണ് നമ്മൾ കാണുന്നത്. മനനം, പഠനം, ഗവേഷണം, പ്രാർത്ഥന, സന്യാസം ഇതെല്ലാം ചേർത്ത് നിർത്തിയാൽ ഡോക്ടർ യാക്കോബ് മാർ ഐറേനൂസ് എന്ന മലങ്കര സഭയുടെ തേജസ്സുറ്റ പിതാവിൻ്റെ ചിത്രമാകും. സന്യാസം അദ്ദേഹത്തെ സംബന്ധിച്ച് തൻ്റെ ജീവിത ശൈലിയാണ്. വളരെ ശ്രദ്ധയോടുകൂടെ അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം കാത്ത് പരിപാലിക്കുന്ന ഒരു സഭാ നേതാവിനെ സമകാലീന സഭാ ചുറ്റുപാടിൽ നമ്മൾ മറ്റാരിലും കാണുന്നില്ല. വായിച്ചാലും തളരാത്ത ഒരു മനസ്സ് അഭിനന്ദ തിരുമേനിയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. എത്ര പുസ്തകം ലഭിച്ചാലും ആ പുസ്തകങ്ങൾ വായിച്ച് തീരുന്നതുവരെയും അദ്ദേഹത്തിൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും. പ്രാർത്ഥന ഒരിക്കലും അദ്ദേഹത്തിന് പുറമേ കാട്ടുവാനുള്ള ഒരു ചേഷ്ടയല്ല. അത് വളരെ ശാന്തമായി ഒഴുകുന്ന നദി പോലെ ദൈവവുമായിട്ട് ചേർന്ന് ഒഴുകുവാൻ വെമ്പുന്ന ഒരു കവിയുടെ മനസ്സോടുകൂടിയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അവിടെ ചേഷ്ടകൾ വളരെ കുറവാണ്, വളരെ ശാന്തമാണ് ശബ്ദം. എന്നാൽ ആഴത്തിൽ ദൈവവുമായിട്ട് അദ്ദേഹം ഒരു മിസ്റ്റിക്കൽ യൂണിയനിൽ ആകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത. ഉപവാസവും നോമ്പും അത് ഒരിക്കലും അദ്ദേഹത്തിന് കഷ്ടപ്പാടല്ല, അത് അദ്ദേഹത്തിന് ആനന്ദമാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് ദാരിദ്ര്യം. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അദ്ദേഹം സൂക്ഷിക്കുന്ന ലാളിത്യമാണ് അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ പ്രതീകം ആയി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിത വിശുദ്ധി അദ്ദേഹത്തിന് ബ്രഹ്മചര്യമാണ്. ജീവിത വിശുദ്ധിക്കപ്പുറമായി മറ്റൊന്നിനെയും അദ്ദേഹം വേളി കഴിച്ചിട്ടില്ല. വിശുദ്ധിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് തൻ്റെ പങ്കാളി. അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം തൻ്റെ സാമർഥ്യം, തൻ്റെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സഭയുടെ ഏതെല്ലാം പ്രസ്ഥാനങ്ങളിലാണ് അദ്ദേഹം ഇതിനോടകം പ്രവർത്തിച്ചിട്ടുള്ളത്. മലങ്കര സഭയുടെ സൺഡേ സ്കൂൾ, പ്രസിദ്ധീകരണ വിഭാഗമായ MOC, ശ്ലീബദാസ സമൂഹം, അങ്ങനെ ഒട്ടനവധി പ്രസ്ഥാനങ്ങളെ ഈടുറ്റതാക്കുന്നതിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ വളരെ വലുതാണ്. സഭകളുടെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തന സംരംഭമായ കാസ, ചർച്ചസ് ഓക്സിലറി ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന സംഘടനയുടെ ദേശീയ പ്രസിഡൻ്റാണ് അദ്ദേഹം. ഇങ്ങനെ അദ്ദേഹം തൻ്റെ ജീവിതം ദൈവത്തോട് ചേർത്ത് നിശബ്ദമായി ഒഴുകുകയാണ്. 75 എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ ജീവിതത്തെ നോക്കിക്കാണുന്നത് എന്ന് അദ്ദേഹവുമായി 65 വർഷത്തെ ഏകദേശം അടുപ്പമുള്ള അദ്ദേഹത്തിന് നല്ല അയൽക്കാരൻ ഡോക്ടർ പോൾ മണലിൽ അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയാണ്. യാക്കോബ് മാർ ഐറേനൂസ് തിരുമേനി പത്തനാപുരത്ത് എത്തുമ്പോൾ ഡോക്ടർ പോൾ മണലിന് അന്ന് 12 വയസ്സാണ് പ്രായം. ഇവർ തമ്മിൽ 7 വയസ്സിൻ്റെ പ്രായ വ്യത്യാസം. അങ്ങനെ ഒരുമിച്ച് കാണുകയും കേൾക്കുകയും സൗഹൃദം കൂടുകയും ചെയ്ത 2 സുഹൃത്തുക്കൾ ഈ അഭിമുഖത്തിൽ
അവിടെ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. അഭിമുഖം നടത്തുവാൻ ഡോക്ടർ പോൾ മണലിനെയും മറുപടികൾ പറയുവാൻ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയസ് തിരുമേനിയെയും ഈ അഭിമുഖത്തിലേക്ക് വളരെ സന്തോഷത്തോടു കൂടെ സ്വാഗതം ചെയ്യുകയാണ്. തിരുമേനി, ഇന്നൊരു നല്ല ദിവസമാണ്. ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ തിരുമേനി 75 സംവത്സരങ്ങൾ പിന്നിട്ടിരിക്കുന്ന ജീവിതത്തിൽ അപ്പോൾ എന്ത് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് തിരുമേനി ഇക്കാലയളവിൽ അനുഭവിച്ചിട്ടുള്ളത്? ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുമെങ്കിൽ വളരെ നല്ലത്. ഞാൻ വിശ്വസിക്കുന്നത് സമസ്ത മനുഷ്യർക്കും സ്വാതന്ത്ര്യം നൽകിയത് ഈശ്വരനാണ്. അത് നൈസർഗികമായി ഇരിക്കുന്നു. എന്നാൽ ഞാൻ പഠിച്ചിട്ടുള്ളത് ജീവിതത്തിൽ നമുക്ക് മുമ്പിൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ടാകും, തിരഞ്ഞെടുപ്പുകളുണ്ടാകും. എന്ത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്നുള്ളവരെ നിർണായകമായിരിക്കും. നല്ലതോ ചീത്തയോ നമുക്കിഷ്ടം തോന്നുന്നതോ ഇഷ്ടമില്ലാത്തതോ എന്തും ആകാം. അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ നിലനിൽപ്പും മൂല്യവുമെല്ലാം. സഭാപരമായും ചരിത്രപരമായും മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും നല്ല ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്നത്രേ. അത് യേശുക്രിസ്തുവിൽ നിന്ന് പഠിക്കുന്നതാണ്. അദ്ദേഹം ഓരോ സന്ദർഭങ്ങളിൽ ഏതാണോ തിരഞ്ഞെടുക്കുന്നത് അത് ഏറ്റവും ഉദാത്തമായതായിരിക്കും. അത് മനുഷ്യന് സാധിക്കുന്നതാണ്. കാരണം മനുഷ്യൻ ഈശ്വരൻ്റെ രൂപത്തിലും ഛായയിലുമാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്നത് ഈ സ്വാതന്ത്ര്യം, വിൽ പവർ, സ്വതന്ത്രമായ ഇച്ഛാശക്തി നൽകിയിരിക്കും. അപ്പോൾ അതുപയോഗിച്ച് മനുഷ്യന് സ്വാതന്ത്ര്യം ഉപയോഗിക്കാം. എന്നാൽ അങ്ങനെ ഉപയോഗിക്കുന്നതിൽ തടസ്സങ്ങളുണ്ടാകാം, എതിർപ്പുകളുണ്ടാകാം. അതിനെയെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന് വിലയുണ്ടാകും, മതിപ്പുണ്ടാകും. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇത്രേ കാലത്തെ ജീവിതത്തിൽ അങ്ങനെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. നല്ലത് തിരഞ്ഞെടുക്കാൻ കഴിയുമെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ആഹ്ലാദം ഉണ്ടാകും മനസ്സിന്. നല്ലത് തിരഞ്ഞെടുത്തു എന്നുള്ള ഒരു സ്വാതന്ത്ര്യം, അതിൻ്റെ ഒരു ആഹ്ലാദം തിരുമേനി അനുഭവിക്കുന്നുണ്ട് എന്ന് തിരുമേനി പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ തിരുമേനിയുടെ ജീവിതത്തിൽ ഈ 75 സംവത്സരങ്ങൾ ഈ ജേക്കബ് ചെറിയാൻ എന്ന വ്യക്തിയിൽ നിന്ന് ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയസ് എന്ന മേൽപ്പെട്ട പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നപ്പോൾ എന്ത് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് തിരുമേനി അനുഭവിച്ചിട്ടുള്ളത്? ജീവിതത്തിൽ 2-3 ഘട്ടങ്ങളിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം ഈ തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്ന പോലെയാണ്. കാരണം പഠനം തന്നെ മുമ്പോട്ട് വരുമ്പോൾ ഒരു ഘട്ടത്തിൽ ശാസ്ത്ര വിഷയങ്ങൾ വിട്ടിട്ട് നേരെ സാഹിത്യത്തിലേക്ക് തിരിയേണ്ടി വന്നു. അതൊരു നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. അതെന്തായാലും സ്വീകരിച്ചു. അത് നന്മയ്ക്കാണെന്ന് അന്ന് തോന്നി, ഇന്നും അങ്ങനെ തന്നെ തോന്നുന്നു. അതൊരു തിരഞ്ഞെടുപ്പായിരുന്നു. എന്നാൽ അതിനേക്കാൾ വളരെ പ്രാധാന്യമുള്ളത് ഈ സന്യാസ സംഘത്തിലേക്ക് ചേരുക എന്നുള്ളത്. നേരത്തെ മനസ്സിൽ അതിൻ്റെ ചില ആശയങ്ങളുണ്ടായിരുന്നു, ഒരു ബീജാഭാവം ഉണ്ടായിരുന്നു പറയുന്നത് ശരിയാണ്. എന്നാൽ ഒരു വിളി ലഭിച്ചു. ആ വിളി ഒരു 16-17 വയസ്സുള്ളപ്പോഴാണ് ലഭിച്ചത്. അത് പത്തനാപുരത്തെ വേറെ സ്ഥാപകൻ നേരിട്ട് വിളിച്ചതാണ്, അങ്ങനെ ഒരു കോൾ. അപ്പം മനസ്സിലുണ്ടായിരുന്ന ഈ അഭിനിവേശവും ഈ വിളിയും രണ്ടും കൂടെ യോജിച്ചപ്പോൾ തീരുമാനമെടുക്കാൻ വലിയ പ്രയാസം ഉണ്ടായതില്ല. സാധാരണഗതിയിൽ ഒരു സന്യാസാശ്രമത്തിൽ ഒരു ബാല്യത്തിൽ തന്നെ ഒരു ചേരുന്ന രീതിയാണ് സാധാരണ കണ്ടുവരുന്നത്. പക്ഷേ തിരുമേനി പക്ഷേ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞിട്ടാണ് സന്യാസ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. ആ കടന്നു വന്നപ്പോഴാണല്ലോ ആത്മീയ ഗുരുവായ തോമമാർ ദീവനാസിനെ കാണുന്നത്. തോമമാർ ദീവനാസിനെ കാണുന്നതിന് മുമ്പ് അങ്ങനെയുള്ള ഒരു സന്യാസിയാകണം എന്നുള്ള ഒരു ആഗ്രഹം തിരുമേനി കൊണ്ടു നടന്നിരുന്നു. അത്ര വ്യക്തമായി സന്യാസി ജീവിതമെന്ന് പറയാനില്ലെങ്കിലും ഈ ഒരു പന്ഥാവ് ഏതോ ഒരു രൂപത്തിൽ മനസ്സിലുണ്ടായിരുന്നു. അത് 100% വ്യക്തമാണെന്ന് വെച്ചാൽ ഇങ്ങനെ പൗരോഹിത്യം അല്ലെങ്കിൽ പലരെ സന്യാസികളെ കണ്ടിട്ടുണ്ട്. ക്രിസ്ത്യൻ, ഹിന്ദു സന്യാസികളെ കണ്ടിട്ടുള്ളതിൽ നിന്ന് ലഭിച്ചതാകാം എന്ന് വിചാരിക്കും. എന്നാൽ തോമാമാർ ദീവനാസ്യോസ് തിരുമേനിയെ അദ്ദേഹം വിളിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെയും അറിയാം, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികളായ സന്യാസികൾ ചിലരെയൊക്കെ അറിയാമായിരുന്നു.
എങ്ങനെയോ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം കയറിയിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ. അത് ഈ ഡിഗ്രി കഴിയുന്നതിന് മുമ്പ് തന്നെ ഉള്ളതാണ്. എന്നാൽ പെട്ടെന്നുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ വിളിയാണ്. അപ്പോൾ ആ വിളി അനുസരിച്ച് അവിടെ വെച്ച് തന്നെ ആ കോളേജിലെ പഠനം നിർത്തി വേറൊരു സംസ്ഥാനത്തേക്ക് പോയി. അതൊരു ധീരമായ തിരഞ്ഞെടുപ്പായിരുന്നു. അദ്ദേഹവും വിളി എൻ്റെ തീരുമാനം കൂടി ഞാനതിന് നെവർ റിഗ്രറ്റഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അത് മുമ്പോട്ട് തന്നെ ഒരു വലിയ തെരഞ്ഞെടുപ്പും അതൊരു സ്വാതന്ത്ര്യമായിരുന്നാണ് എൻ്റെ വിശ്വാസം ഇന്നും. ഈ തോമ ദീവനാസസ് അങ്ങനെ മൗണ്ട് ആബോർ ദേറ സമൂഹത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ എന്തായിരുന്നു അന്ന് മനസ്സിൽ തോന്നിയത് ആ ഒരു പ്രത്യേക നിമിഷത്തിൽ? അദ്ദേഹം ക്ഷണിച്ചപ്പോൾ വളരെ ഒരു വലിയ ആഘാതമൊന്നും എനിക്ക് തോന്നിയില്ല. എന്തോ ഒരു നൈസർഗികമായ ഒന്ന്, നേരത്തെ ഉണ്ടായിരുന്ന എന്തോ ഒന്നിനെ അദ്ദേഹം കണ്ടെത്തിയതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഞെട്ടലൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. മോനെ പോകാമെന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ചു. കൂടെ ഉണ്ടായിരുന്നവരും കൂടെ അതിനെ എൻകറേജ് ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന 2 പേരും ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കതൊരു പുതിയ വഴിയായിട്ട് തോന്നിയെങ്കിലും അതുകൊണ്ട് എനിക്ക് വലിയൊരു പ്രത്യാഘാതമൊന്നും തോന്നിയില്ലെങ്കിലും പുതിയ വഴിയാണെന്നറിയാം, വഴി മാറുകയാണെന്നറിയാം. ഞാൻ അതിനെ സ്വീകരിച്ചു, സർവാത്മന സ്വീകരിച്ചു. പിന്നെ പുറകോട്ട് നോക്കിയില്ല. ഈ സന്യാസ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതേവരെ അനുഭവിച്ചിരുന്ന ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്, ചില ഇച്ഛകളുണ്ട്. അതെല്ലാം നമ്മൾ ഉപേക്ഷിക്കുമ്പം നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടബോധം തോന്നിയോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത് വേണ്ടായിരുന്നു എന്ന് അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? ഒരു നിമിഷം കൊണ്ട് ആർക്കും സന്യാസ ജീവിതപരമായ തത്വങ്ങളൊന്നും സ്വായത്തമാക്കാൻ പറ്റില്ല. അത് പടിപടിയായി ഉയർന്നു പഠിച്ചു വരേണ്ടതാണ്. എന്നാൽ ചില കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് ശരിയാണ്. ചിലപ്പോൾ അതുകൊണ്ട് നൊമ്പരം ഉണ്ടായേക്കാം. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ വരുമ്പോൾ എനിക്ക് അന്ന് സാധാരണ ഉണ്ടായിരുന്ന ഒരു ചെരുപ്പുകൾ, സാധാരണ കുട്ടികളുടെ ചെരുപ്പ് ഇട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 2 പിന്നെ അതിൻ്റെ ഒരു തോൽ ചെരുപ്പ് വാങ്ങിച്ചത്. അതുപോലെ പല്ല് തേക്കുന്ന പേസ്റ്റ് ഉണ്ടായിരുന്നു, അതും മാറ്റി. ശീലിച്ചു കൊള്ളൂ, പൽപ്പൊടി കൊണ്ട് തേച്ചാൽ മതിയെന്ന് ഞാനൊരു എതിരും പറഞ്ഞില്ല. പിന്നെ തിരുച്ചിനാപ്പള്ളിയിൽ പോയി അവിടെ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ അല്പം കാലതാമസം വന്നപ്പോൾ, അതായത് വിഷയം മാറിയതാണ്. ഇവിടെ ഫിസിക്സ് പഠിച്ചിട്ട് പോയി വേറെ ഇടത്താണ് ചേരുന്നത്. അപ്പോൾ കുറച്ച് സമയം അവിടെ സ്കൂളിൽ തന്നെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു. ചക്രയാച്ചൻ ജോലി ചെയ്യേണ്ടി വന്നില്ല. അതിന് ഞാൻ പ്രതികരിക്കാൻ പോയില്ല. ഏതോ ഒരു വഴിയിൽ കൂടെ ആരും നടത്തുന്നത് പോലെ തോന്നി. അന്നും ഇന്നും അത് തന്നെയാണ് തോന്നുന്നത്. നമ്മുടെ ഒരു സർവ്വസ്വതന്ത്രമായി നമ്മുടെ ഇച്ഛയനുസരിച്ച് പോകുന്നതെന്ന് പോലെ അല്ല അന്നും ഇന്നും എനിക്ക് തോന്നിയിട്ടുള്ളൂ. നയിക്കപ്പെടുന്നു എന്നൊരു വിചാരം അന്നും ഉണ്ടായിരുന്നു, അതിന്ന് നഷ്ടമായി പോയിട്ടില്ല. അതുകൊണ്ട് ഒരു റിഗ്രറ്റോ നല്ലത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നെന്നോ ഒക്കെ ഭാവനയിൽ കണ്ടുപോലും അതുകൊണ്ടൊരു ദുഃഖം തോന്നിയിട്ടില്ല. അപ്പോൾ ഈ സന്യാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വീട്ടിലെ അന്തരീക്ഷം എങ്ങനെയായിരുന്നു? ഈ ഇത്തരം കാര്യങ്ങൾ ഒരു കല്ലുപ്പാറയാണല്ലോ, കല്ലുപ്പാറ പള്ളിയിൽ. അപ്പോൾ അന്നത്തെ ആ ബാല്യകാലത്ത് ഇങ്ങനെ ഒരു ഇച്ഛാശക്തി അങ്ങനെ ഡെവലപ്പ് ചെയ്തിരുന്നു? വീട്ടിലെ ഒരു പ്രാർത്ഥന അന്തരീക്ഷമുണ്ട്. പ്രധാനമായി അമ്മച്ചിയാണ് അതിൻ്റെ ആള്. ഫാദർ പിന്നെ ഒരു ചെറിയ ബിസിനസ്സുകാരനായിട്ട് അങ്ങ് ആലപ്പുഴയ്ക്ക് പോകും, വീക്കെൻഡ് വരികയേ ഉള്ളൂ. അമ്മച്ചിയായിരുന്നു ഈ സ്പിരിച്വൽ ലൈഫിൻ്റെ ഒരു ആങ്കർ എന്ന് പറയുന്ന ആളായിരുന്നു. വീട്ടിൽ അതുപോലെ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുന്ന രീതിയുണ്ട്. ദേവാലയവുമായിട്ട് ചെറുപ്പത്തിലെ ബന്ധപ്പെട്ടു. മദ്ബഹ ശുശ്രൂഷയ്ക്ക് ഓൾട്ടർ ബോയ് ആയിട്ട് കയറി അതങ്ങ് ഉൾക്കൊണ്ടു. ആ ദേവാലയത്തിലെ ഈ അനുഷ്ഠാനങ്ങളൊക്കെ എന്തോ ഒരു മനസ്സുമായിട്ട് അങ്ങ് യോജിച്ചു പോയി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ഈ വായനയും ഉണ്ട്, നല്ലപോലെ വായനയുണ്ട്. സാഹിത്യം പഠിക്കാൻ തുടങ്ങിയപ്പോൾ അതുകൂടെ കുറച്ചു. ഒരുപക്ഷെ സയൻസ് പഠിക്കുന്നതിനേക്കാൾ എൻ്റെ കാര്യത്തിൽ സാഹിത്യത്തിലേക്ക് തിരിഞ്ഞത് നന്നായി പോയി എന്ന് അന്ന് തോന്നിയിട്ടുണ്ട്. ഇതിന് ഈ മനസ്സിലുണ്ടായ ചിന്തയെ വളം വെച്ച് വളർത്തി ഒരുപക്ഷെ എൻ്റെ സാഹിത്യ പഠനം കൂടെ ആകാം എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. കോളേജിലേക്ക് കയറിയപ്പോൾ സയൻസ് പഠിക്കാനായിരുന്നു ഇഷ്ടപ്പെട്ടത്? അന്ന് അതാ നമുക്ക് അന്നേരം വലിയ അറിവൊന്നുമില്ല ഇതിനെക്കുറിച്ചൊന്നും. സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചത് കണക്കിനാണ്. പക്ഷേ അതൊക്കെ ഞാൻ ഗുഡ് ബൈ പറഞ്ഞു. എനിക്ക് ഈ അക്ഷര സാഹിത്യ ലോകത്തെ വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം തള്ളി. പ്രീ ഡിഗ്രിക്ക് അന്ന് ഡിഗ്രി ആയിരുന്നു. അത് പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് ഫിസിക്സ് ഫസ്റ്റ് ഗ്രൂപ്പ്, ഫിസിക്സ് മെയിൻ, മാത്സ് ആൻഡ് കെമിസ്ട്രി സബ്സിഡിയറി. അപ്പോൾ ഒരു ജീവിതത്തിൻ്റെ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഡൈനാമിക്സും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു കണക്കുകൂട്ടലും എല്ലാം മാറിപ്പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ഈ പിന്നീട്? അങ്ങനെ ഒരു കാൽക്കുലേഷൻ അവസരം തോന്നിയിട്ടില്ല, ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. കാരണം വീട്ടിലെ ഏറ്റവും ഇളയ ആളായതുകൊണ്ട്
ജീവിതഭാരവും കുടുംബഭാരവും ഒന്നും വഹിക്കേണ്ടി വന്നിട്ടില്ല. എല്ലാവരുടെയും സ്നേഹം കിട്ടി. ഇനി അടുത്ത ഒരാളുണ്ട് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചാൽ എനിക്കറിയാൻ മേല. ഈ ലാസ്റ്റ് ആയതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹം നമ്മുടെ പുറത്താണ് വീഴുന്നത്. പിന്നെ സഹോദരങ്ങൾ പുറത്തൊക്കെ ജോലിക്ക് പോവുകയും വരികയൊക്കെ ചെയ്ത് അങ്ങനെ വളരെ സ്നേഹമസൃതമായ ഒരു അന്തരീക്ഷത്തിലാണ് വളർന്നത്. ഒരു ഗ്രാമീണ പശ്ചാത്തലം എന്ന് വെച്ചുകൊള്ളൂ. സ്കൂളിൽ പഠിക്കാൻ വലിയ സാമർഥ്യമുള്ള സൗകര്യമൊന്നും അവിടെ ഇല്ലെങ്കിലും സാധാരണ രീതിയിൽ പഠിക്കാൻ ഉയരാനുമുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. അതിനെ എൻകറേജ് ചെയ്യുന്ന ചില ടീച്ചേഴ്സും ഉണ്ട്, എല്ലാവരും അല്ല. ടീച്ചേഴ്സ് അങ്ങനെ ഓർമ്മയിലുള്ള ടീച്ചേഴ്സിൻ്റെ പേര് സ്കൂളിലൊക്കെ? തീർച്ചയായും സ്കൂളിൽ പഠിക്കുമ്പോൾ പയ്യമ്പള്ളി അച്ഛൻ, എബ്രഹാം അച്ഛൻ ഞങ്ങളുടെ ഹെഡ് മാസ്റ്ററാണ്. പിന്നെ ഒരു ജോർജ് ഇരുമയുടെ സാറുണ്ട്. സാർ ഒരുപാട് എന്നെ എൻകറേജ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. ഞങ്ങളുടെ ഒരു കുടുംബ ബന്ധു കൂടെ ആയിരുന്നു. ഇരുമയുടെ ഭയങ്കര ഡിസിപ്ലിനേറിയനാണ്, വലിയ വാത്സല്യമായിരുന്നു. അന്ന് പൊതുവെ അധ്യാപകർക്കെല്ലാം വാത്സല്യമാണ്. എന്നാൽ ഇവർ 2-3 പേരെക്കുറിച്ച് ഞാൻ ഓർക്കും. എന്നാൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ മഹാപ്രഗത്ഭന്മാരായ അധ്യാപകരെ കേരളത്തിൽ വെച്ചും കേരളത്തിന് പുറത്ത് വെച്ചും കണ്ടു. അതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. വലിയ വേൾഡ് നിലവാരമുള്ള പ്രൊഫസർമാരുടെ കീഴിൽ പഠിക്കാൻ ഒരു അവസരം കിട്ടി. അല്ല, അത് ഈ ഡിഗ്രി സയൻസിൽ പഠിക്കുമ്പോഴാണ്? സയൻസ് പഠിക്കുമ്പോഴല്ല. അല്ല, ഡിഗ്രിക്ക് പഠിക്കുമ്പം ആ സയൻസ് പഠിക്കുമ്പോൾ ഫിസിക്സ് മെയിൻ ആണല്ലോ. അതെ, അത് നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്തോ ഒരു താല്പര്യക്കുറവെന്ന് പറയാൻ, എൻ്റെ മനസ്സ് മുഴുവൻ സയൻസിലല്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വിശദീകരിക്കാൻ അറിഞ്ഞുകൂടാ. അതിന് മുമ്പ് അങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ശീലം ഉണ്ടായിരുന്നു? അപ്പോൾ ഏതെങ്കിലും പ്രത്യേക പുസ്തകങ്ങൾ? ലൈബ്രറി വായിക്കുന്നതിൽ സാധാരണ വായിക്കാവുന്ന പോലെ നോവൽ വായിക്കും. ഈ സയൻസ് ഫിക്ഷനൊന്നും അല്ല വായിക്കുന്നത്. പിന്നെ കിട്ടുന്ന ബാലസാഹിത്യങ്ങളൊക്കെ വായിക്കും. പ്രസിദ്ധീകരണങ്ങൾ വായിക്കും. സഭാപരമായ പ്രസിദ്ധീകരണങ്ങൾ അന്ന് വായിച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഭാഷ പഠിക്കാൻ അന്നും വലിയ താല്പര്യമായിരുന്നു. അപ്പോൾ അന്ന് വായിച്ച പുസ്തകങ്ങളിൽ നമ്മളെ സ്പർശിക്കുകയോ അല്ലെങ്കിൽ നമുക്കൊരു വഴിത്തിരിവുണ്ടാക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ആകർഷിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്ത പുസ്തകങ്ങളൊക്കെ നമ്മളെ പ്രധാനമായിട്ട് അങ്ങനെ ഒരു പുസ്തകങ്ങൾ എന്ന് പറയാൻ ഈ മതപരമായതും സഭാപരമായതും പ്രത്യേകിച്ച് സഭാപിതാക്കന്മാരുടെയും ചില പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ളതുമാണ്. അതിൽ ഈ പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനിയുടേതുണ്ട്, എടുത്തു പറയേണ്ട കാര്യമാണ്. വേറെ ഈ കിഴക്കൻ സഭാപിതാക്കന്മാരുടെയൊക്കെ അവിടെ നിന്നൊക്കെ വായിച്ചെടുത്തിട്ടുണ്ട്. ഈ സഭയുടെ പബ്ലിക്കേഷൻസിനകത്തു നിന്ന് വായിച്ചത് ഓർമ്മയുണ്ട്. ഉദാഹരണം, നമ്മുടെ പരുമല തിരുമേനി കാലം ചെയ്തതിന് ശേഷം കുറേ കഴിഞ്ഞ് CP ചാണ്ടി സാർ അതിനെക്കുറിച്ചൊരു കവിത എഴുതി. അന്നേ കവിത വായിക്കുന്നതിന് താല്പര്യം, സയൻസ് പഠിക്കുമ്പോൾ കവിതയോടാണ് താല്പര്യം. അപ്പോൾ പരുമല തിരുമേനി മരിച്ചിട്ട് ഇങ്ങനെ പർദീസായിൽ ചെന്നു. അവിടെ നിന്നുകൊണ്ട് പാടുകയാണ്, നല്ല ഇമ്പകരമായിട്ട് പാടും. അപ്പോൾ അതിനു മുമ്പ് തന്നെ പർദീസായിൽ ഇങ്ങനെ പാട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, ഗോൾഡൻ ടെമ്പിൾ പോലെ. അത് വളരെ മധുരമായ സംഗീതം നടക്കുന്നു. എന്നാൽ ഇദ്ദേഹം ചെന്ന് പാടാതെ കൊണ്ട് അവിടുത്തെ സംഗീതം അങ്ങ് നിന്നുപോയി. പോയപ്പോൾ ഗബ്രിയേൽ മിലാഹ അങ്ങോട്ട് ഓടാൻ തുടങ്ങി. എന്താ സംഭവിച്ചെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അവർ ചെന്ന് ഒരാളിങ്ങനെ പാടിക്കൊണ്ട് നിൽക്കും. അത് അദ്ദേഹം കവിതയായിട്ട് എഴുതിയെന്ന്. ഇതെന്തൊരത്ഭുതം സുരാനിലയത്തിൽ പതിവല്ലാത്തൊരു നിതാന്തമൂകത, ജ്വലിക്കും അഗ്നിയിൽ ജലമൊടിച്ചപ്പോൾ നിലച്ചു വാനവ സദസ്സിലെ ഗീതം, വിരണ്ടു ഗബ്രിയേൽ അരണ്ടു മീഖായേൽ സുരന്മാരൊന്നാകെ പകച്ചു. ഇത് 10-50 വർഷം മുമ്പ് വായിച്ചതായി ഓർത്ത് പറയുന്നത്. അതെന്നെ വല്ലാതെ ആകർഷിച്ചു. അപ്പം പരുമല തിരുമേനി ജീവിതം ബാല്യത്തിൽ അന്നേ വായിച്ചിട്ടുണ്ട്. ജീവിത ജൈവീർത്ഥം ഇവിടുന്ന് അതിനെ വായിച്ച് മാരേട്ട് തോമസർമാൻ എഴുതിയ പരുമല തിരുമേനി ജീവചരിത്രം പല ഗുരു വായിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ദ്വിതീയൻ ബാവയുടെ വായിച്ചിട്ടുണ്ട്. അടചരിത്രമേടെയൊക്കെ പിന്നെ വായിക്കും. ഈ 2 പേരുടെയും സാധാരണമായിട്ട് വായിക്കുന്നത് കൂടെ എല്ലായിട്ടും വായിച്ചിട്ടുണ്ട്. പരുമല തിരുമേനിയുടെ ജീവിതത്തിൽ എന്താണ് ആകർഷിച്ചത്? അദ്ദേഹത്തിൻ്റെ വളരെ കൺട്രോൾഡായിട്ടുള്ള ജീവിതവും മനുഷ്യ സ്നേഹവും നല്ല ഡിസിപ്ലിനുള്ള ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം വളരെ അച്ചടക്കം ശീലിച്ച അസാധാരണമായ നിലയിൽ വളർന്നു വന്ന ഒരാൾ. അതിനുള്ള സാഹചര്യം അദ്ദേഹം ഉണ്ട്. അത് ഒരു വലിയൊരു പാഠം. ഈ സഭയിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല അതിനു മുമ്പ്. അപ്പോൾ അദ്ദേഹം തെളിച്ച ഒരു വഴി നൂതനമായിരുന്നു എന്ന് പറയാം. അതുകൊണ്ട് ഒരുപാട് പേർ ആകർഷിക്കപ്പെടുകയും അദ്ദേഹം അങ്ങനെ ഒരുപാട് ഇതിനെക്കുറിച്ചൊന്നും എഴുതിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചോ ആത്മജീവിതത്തെക്കുറിച്ചോ ഒന്നും എഴുതിയിട്ടില്ല. അദ്ദേഹം എഴുതുകയുമില്ല. വടകരതിരുമേനി എഴുതിയിട്ടില്ല. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള എഴുത്തുകൾ അത് ഞാൻ പല പ്രാവശ്യം വായിച്ച്
വായിച്ചിട്ടുണ്ട്. ഉം. അതെന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. ഉം. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ കല്ലുപ്പാറ പള്ളിയിലാണ് ഉം. ആരാധനയ്ക്ക് പോയത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകിച്ച് ഈ പാഷൻ വീക്കിലെ ഉം. അന്തരീക്ഷങ്ങളും പാട്ട് പറഞ്ഞ കൊച്ചു പിള്ളേരാണെങ്കിൽ ഞങ്ങളെല്ലാം ചൊല്ലുവാൻ അത് തന്നെ ഒരുപാട് അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ അവാച്യമാണ്. എന്താണെന്നറിയാം, ഒരു ട്രാൻസ് പോലെ അത് തോന്നും. ഈ ആരാധന പ്രത്യേകിച്ച് പാഷൻ വീക്കിലെ ആരാധനയിൽ അങ്ങ് ഇഴുകിച്ചേർന്നിട്ട് അതെന്നെ വല്ലാതെ അങ്ങ് ഒരു ഇത് പറയാൻ തകർത്ത് കളഞ്ഞിട്ട്. അത് നമുക്ക് അങ്ങനെയാണ്. ബാല്യത്തിലൊക്കെ നമ്മൾ ചില വൈദികരെ നമ്മളെ വളരെ ആകർഷിക്കുക, അവരുടെ അവരുടെ ആരാധന, അവരുടെ ശുശ്രൂഷ വളരെ ഏറ്റവും പഴയത് ഓർക്കുന്നത് തന്നെ മാമോദിസ മുക്കിയ അച്ഛനുണ്ട്, ഈ അലക്സാന്ദ്രിയോസ് അച്ഛൻ. കോറപ്പിസ്കോപ്പയായിരുന്നു. അല്ല, അദ്ദേഹം വളരെ നാളെ കാഴ്ചയില്ലായിരുന്നു. അവസാനം കല്ലുപ്പാറ പള്ളി താഴത്തെ പീടികയിൽ അലക്സാന്ദ്രിയോസ് കത്തനാർ. അദ്ദേഹത്തെയാണോ ഒരു വൈദികൻ ആദ്യം എനിക്ക് ഓർമ്മയുള്ള വയസ്സായ ആൾ അദ്ദേഹമാണ്. കണ്ണിന്റെ കാഴ്ച പോയതിനു ശേഷം കുർബാന ചൊല്ലുവായിരുന്നു. ഒരക്ഷരവും കാണത്തില്ല, പക്ഷേ കാണാപ്പാടങ്ങ് ചൊല്ലും. ഓ ശരി. അപ്പം ആ ചൊല്ലിയ രീതി പോലും എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ ചൊലുത്ത് പോലെ എനിക്ക് അതുപോലെ മനസ്സിൽ വരിക. അന്നത്തെ പഠിച്ചതും കേട്ടതും ഒക്കെ എങ്ങനെയൊക്കെ അറിഞ്ഞുകൂടാം, ഇപ്പോഴും മനസ്സിൽ അതുപോലെ ഫോട്ടോ പോലെ വരുന്നുണ്ട്. ഹിന്ദി സ്കൂളിൽ പഠിപ്പിച്ച് അന്ന് താല്പര്യം എന്ന് പറയുന്നത് സയൻസിനേക്കാൾ എന്തുകൊണ്ടോ മനസ്സ് പൊക്കോട്ടിരുന്നത് ഈ ഭാഷയിലേക്കാണ്. ഇപ്പോഴത്തെ നമ്മുടെ ക്രിസോസ്റ്റമോസ് ഇവിടുത്തെ നെതർലത്തെ തിരുമേനിയുടെ അമ്മയായിരുന്നു ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചു, ഹിന്ദി പഠിപ്പിച്ചത്. അപ്പോൾ അവർ പഠിപ്പിച്ച ഹിന്ദി, ഞാൻ ഹിന്ദിക്ക് ഫസ്റ്റാണ് എന്തും, ഇംഗ്ലീഷ് അത്രയും വന്നിട്ടില്ല. അവരെഴുതി പഠിപ്പിച്ച ഒരു ലീവ് ലെറ്റർ ഉണ്ട്. അന്ന് ഞങ്ങൾ എഴുതി കാണാപ്പാടം പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിച്ച അതിപ്പോഴും എനിക്ക് ഓർമ്മ. सेवा में नम्र निवेदन है कि बुखार और सिर दर्द के कारण वे आज स्कूल नहीं आ सकता, इसलिए आप कृपया 2 दिन की छुट्टी दीजिए. मार्क 5. അപ്പോൾ ടീച്ചറുടെ പേരെന്തായിരുന്നു? സിനിമയുടെ അബേലിയാമ്മ ടീച്ചർ. അപ്പോൾ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ ഫോട്ടോ പോലെ നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഏലിയാമ്മ ടീച്ചറുണ്ട്, അതേപോലെ വൈദികര് പല 4-5 അച്ഛന്മാരുണ്ടായിരുന്നു തലശ്ശേരി സ്കൂളിൽ. നല്ലപോലെ ഉഴപ്പുന്ന അച്ഛന്മാരുണ്ടായിരുന്നു, നല്ലതായിട്ട് പഠിപ്പിക്കുന്ന അച്ഛന്മാരുണ്ടായിരുന്നു, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അച്ഛന്മാരുണ്ടായിരുന്നു. ഒരു ഭാര്യയും ഭർത്താവും അച്ഛന്മാർ 2 പേരുണ്ടായിരുന്നു. ഈപ്പനച്ഛനും കണമൂട്ടിൽ ഈപ്പനച്ഛനും അന്നമ്മ ടീച്ചർ. അന്നമ്മ ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ അന്ന് വലിയ ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നും അല്ല, എങ്കിലും ഇവരെ ശ്രദ്ധിക്കുകയും അവർക്കെല്ലാം വലിയ സ്നേഹമുള്ള ആളുകളെ. അതിന് വലിയ ശിക്ഷയൊന്നും കിട്ടിയിട്ടില്ല സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. ശിക്ഷ കിട്ടുമല്ലായിരുന്നു. അല്ല, ഇപ്പൊ അതിനുള്ള ഒരു ശരീരപ്രതി അന്നും ഇല്ലെന്ന് തോന്നുന്നു. അല്ല, അങ്ങനെ കുരുത്തക്കേട് കാണിക്കാറില്ല, അതുകൊണ്ട് കാണിച്ചാൽ കിട്ടും. അന്ന് മുതലേ ഈ മെലിഞ്ഞ ശരീരം തന്നെയാണോ സ്കൂളിൽ പഠിക്കുന്നത്? ഒരിക്കലും വണ്ണം വെച്ച് നഷ്ടപ്പെട്ടിട്ടില്ല. തീരുമാനിച്ചതാണോ? അല്ല, അങ്ങനെയാ, സ്വാഭാവികമായിട്ട് ദൈവം നിശ്ചയിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. അല്ല, അന്ന് മുതലേ ഈ ഭക്ഷണം ക്രമത്തിലൊക്കെ ഒരു ശീലം ഇങ്ങനെയൊക്കെ പോകുന്നു. അങ്ങനെ വൃത്തിൻ്റെ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു ഭക്ഷണത്തോട് വലിയ ഒരു ആസക്തി അങ്ങനൊന്നും കാണാനില്ല. കുട്ടികളായിരിക്കുമ്പോൾ ഇല്ല. പ്രത്യേകിച്ച് ഈ മധുരമുള്ളതിനെ ഒന്നും ഇഷ്ടമല്ല. കയ്പുള്ളത് സ്വാഗതം. അത് കുറച്ച് ഫിലോസോഫിക്കലാണല്ലോ. അതെനിക്ക് അറിഞ്ഞുകൂടാ, പാലറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മധുരം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വല്ലാതെ വോമിറ്റിംഗ് സെൻസേഷൻ ഒക്കെ വരും. അന്ന് കൊണ്ട് ഒരു മധുരവും കഴിക്കില്ലായിരുന്നു, പായസം ഒന്നും കുടിക്കില്ല. അല്ല, ഈ തിരുവചനം ആദ്യം പറ്റി പറയുമ്പോഴേ ആദ്യം പിന്നെ കൈക്ക് പിന്നെ മതിരിക്കുന്നാ പറയുന്നത്. അപ്പോൾ ഇത് നേരെ മറിച്ചാ. പക്ഷേ പ്രസംഗങ്ങളുടെ കൂട്ടത്തിൽ MV ജോർജ് അച്ഛൻ, മരിച്ചുപോയ TJ ജോഷുവ അച്ഛൻ, അങ്ങനെ ഒരു 3-4 പേരുടെ പ്രസംഗങ്ങൾ കല്ലുപ്പാറ കൺവെൻഷൻ, പള്ളിയിലല്ല, കൺവെൻഷൻ സ്ഥിരം പ്രസംഗരാണ്. പിന്നെ MV ജോർജ് അച്ഛൻ, ഉസ്താദ് തിരുമേനി, ജോഷുവ അച്ഛൻ, അങ്ങനെ 3-4 ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പ്രസംഗരുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ ധാരാളം ആൾ, ഞങ്ങൾ കുട്ടികൾ പോലും മുഴുവൻ മനസ്സിലായില്ലെങ്കിൽ പോലും കേൾക്കും. ജനക്കൂട്ടമാണ്. മണൽപ്പരപ്പിലാണ് കൺവെൻഷൻ. അപ്പോൾ അവിടെ പോയെന്ന് കുറേയൊക്കെ മനസ്സിലായിട്ട് പോകും. വളരെ റിലീജിയസ് ആണ്, ഇതെല്ലാം പോവുകയും തിരുവുകയൊക്കെ ചെയ്യും. ആ പ്രസംഗം, അന്നത്തെ പ്രസംഗം ആരുടെയാണ് കൂടുതൽ വലിയ ഇഷ്ടപ്പെട്ടത്? വളരെ ഈ തകർത്തൊഴുകിപ്പോകുന്ന പോലെയാണ് ഉസ്താദ് സിനിമയുടെ പോക്ക്. MV ജോർജനാണ് ആ പാടെ തകർത്തൊഴുകി, പെട്ടെന്ന് ഉദാഹരണം പാട്ട് പാടും. എന്നാൽ ജോഷുവ അച്ഛൻ ഇങ്ങനെ വളരെ ക്വയറ്റ് ഫ്ലോസ് ദ ഡോൺ എന്ന് പറഞ്ഞ പോലെ ശാന്തസുന്ദരമായി ഒഴുകുന്ന ആ രീതിയാണ് ജോഷുവ അച്ഛനൊക്കെ. മറ്റേത് അങ്ങനെയല്ല, എന്നാൽ ആളുകളെ പിടിച്ചു കുളിക്കളി, ആരെ ഉറക്കത്തില്ല MV ജോർജ് അച്ഛൻ. അതുപോലെ 11 ഒരു അച്ഛനുണ്ടായിരുന്നു, ആരക്കുന്നൊരു KT സക്കറിയ ആരക്കുന്ന. ഇവരൊക്കെ അന്നത്തെ വലിയ പ്രഗത്ഭരായ പ്രശ്നം, ഇന്നും അങ്ങനെ ആരും ഇല്ല. അതൊക്കെ ഞങ്ങൾ കേൾക്കുമായിരുന്നു.
അപ്പോൾ ആ കൺവെൻഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം പോയി പങ്കെടുക്കുമായിരുന്നു. പങ്കെടുക്കും. പള്ളിയിൽ അന്നേലും ഇവിടെ ഞങ്ങൾ നടന്നാ പള്ളിയിൽ വരുന്നത്, എല്ലാത്തിനും വരുമായിരുന്നു. പള്ളിയിൽ നമ്മുടെ വികാരിമാരായിട്ടുള്ള ആൾക്ക് ആ വൈദികരോ വല്ലതും അങ്ങനെ അവരുടെ സ്വാധീനമോ അല്ലെങ്കിൽ അവരുടെ ആരാധന രീതികളോ അല്ലെങ്കിൽ അവരുടെ സൺഡേ സ്കൂളിലെ വേദപാഠം ഇങ്ങനെ ഏതെങ്കിലും സ്വാധീനിച്ച വൈദികരോ വല്ലതും ഉണ്ടോ? വൈദികരങ്ങനെ അധികം സ്വാധീനിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അതല്ലാതെ തന്നെ ഏതോ ഒരു അദൃശ്യ സാന്നിധ്യം ഉണ്ട്, അതേ നയിക്കപ്പെടുന്നു എന്ന് തോന്നുന്നു പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ആരും എന്നെ പ്രോം ചെയ്തൊന്നും അല്ല. അപ്പോൾ ബാല്യത്തിലെ ഈ കളികൾ ഇങ്ങനെയുള്ള മറ്റുള്ള അതിൽ നിന്നും ഏർപ്പെടാതെ പോകുമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഫുട്ബോൾ കളിക്കാനൊക്കെ പോകും. NCCയിൽ 2 വർഷം ഉണ്ടായിരുന്നു. അതിനൊക്കെ നോർമലായിട്ടുള്ളതിനെല്ലാം റുട്ടീനെല്ലാം പോകും. പക്ഷേ അതും ഈ സാഹിത്യപരമായും ഒക്കെയുള്ള സ്പിരിച്വൽ എന്നോ എന്നൊക്കെ പറയാവുന്ന കാര്യങ്ങളിലേക്ക് മനസ്സ് കൂടുതലും വ്യാപൃതമായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പം തിരിഞ്ഞു നോക്കിയാൽ അത് സത്യമായിരുന്നുള്ളത് അറിയാം. പക്ഷേ അതായിരിക്കും അങ്ങനെ എത്തിച്ചത്. എല്ലാ ഈശ്വരഹിതമെന്ന് വിചാരിക്കും. സൺഡേ സ്കൂളിൽ അതിനകത്തൊക്കെ സജീവമായിരുന്നു അല്ലേ? തീർച്ചയായും. അന്നുണ്ടായിരുന്ന 10 ക്ലാസ്സും പഠിച്ചത്. ഓ ശരി. സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സൺഡേ സ്കൂളിൽ അധ്യാപകൻ. അപ്പോൾ വീട്ടിലെ അന്തരീക്ഷം നമുക്ക് നമ്മുടെ ഒരു ആത്മീയ വളർച്ചയ്ക്കും പള്ളിയിലെ അന്തരീക്ഷം അതേപോലെയുള്ള നമ്മുടെ ആത്മീയ ചിന്തകൾ വളർത്തിയെടുക്കുന്നതിനും ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായും. അപ്പോൾ കോളേജിൽ വന്നപ്പോൾ നമുക്ക് ആ കോളേജിലെ ഒരു മാർത്തോമ കോളേജിലാണ് പഠിച്ചത് അല്ലേ? മാർത്തോമ കോളേജിൽ 1 വർഷം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 2 വർഷം ചെങ്ങന്നൂർ കോളേജിൽ പഠിച്ചു. ക്രിസ്ത്യൻ കോളേജ് സ്കൂൾ ഡിഗ്രി. 1 വർഷം മാർത്തോമ. ഓ ശരി. അപ്പോൾ മാർത്തോമ കോളേജ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പോയി യൂണിവേഴ്സിറ്റി മാറി. മദ്രാസ് യൂണിവേഴ്സിറ്റി പോയി. അത് ദൈവഹിതം. എൻ്റെ 1 വർഷം മദ്രാസ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പഠിക്കാൻ പോയപ്പം വിഷയം മാറി. കാരണം ഇവിടുന്ന് ഫിസിക്സ് മെയിൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടാണല്ലോ പോയത്. വേണമെങ്കിൽ സെക്കൻഡ് ഇയർ ചേരാമോ എന്ന് അന്വേഷിച്ച് കുറച്ച് ദിവസം പോയി സെക്കൻഡ് ഇയർ ഇരുന്നു. പിന്നെ അത് ബുദ്ധിമുട്ടാണ് കോളേജുകാർ പറഞ്ഞു. 2 യൂണിവേഴ്സിറ്റി 2 സിലബസ്. അപ്പോൾ അത് വൈസ് പ്രിൻസിപ്പൽ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഒറ്റ ക്രിസ്ത്യാനിയെ ഉള്ളായിരുന്നു അവിടെ മുസ്ലിം കോളേജ്. ഇവിടെ കൃഷ്ണാപ്പള്ളി ജമാൽ മുഹമ്മദ് ഉള്ള EWP തോമസ് പ്രൊഫസർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കം ആൻഡ് ജോയിൻ മൈ ഡിപ്പാർട്ട്മെന്റ്, ഇംഗ്ലീഷിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ഇംഗ്ലീഷിലേക്ക് അങ്ങ് മാറി. അതിനെ വലിയ തിരുമേനി അതിനെ എൻകറേജ് ചെയ്തു. തിരുമേനി. അപ്പോൾ നമുക്ക് സയൻസിൽ നിന്ന് ലിറ്ററേച്ചറിലേക്ക് പോയപ്പോൾ നമുക്കൊരു പുതിയ ലോകം, ഒരു നഷ്ടബോധവും തോന്നി. ഒരു പുതിയ ലോകം, ഒരു പുതിയ വെൽക്കം അതാണ് തോന്നിയത്. എന്നാൽ വീട്ടിലെ പക്ഷെ ചെങ്ങന്നൂര് പഠിക്കുന്ന സമയത്ത് പ്രൊഫസർ കൈലാസത്തെ പോലെ ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടായിരുന്നു. ഫിസിക്സിൽ ഒരു മാത്യു സാർ ഉണ്ടായിരുന്നു. അല്ല ഇംഗ്ലീഷ് അങ്ങനെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഓർക്കത്തക്കവണ്ണം ആരും ഇംഗ്ലീഷിലാരും ഇല്ലായിരുന്നു. അത് ക്രിസ്ത്യൻ കോളേജിൽ അന്നില്ലായിരുന്നു. എന്നാൽ നമുക്ക് വലിയ ഇംഗ്ലീഷ് പിടിയില്ല. പിന്നെ ഈ ഇംഗ്ലീഷിലേക്കുള്ള താല്പര്യം, ഈ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും അതിന്റെ ട്രെയിനിങ് എങ്ങനെയായിരുന്നു? അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്? പത്രം വായന ഉണ്ടായിരുന്നു അതോ പുസ്തക വായനയായിരുന്നു? ഇംഗ്ലീഷ് പത്രമൊന്നും ആദ്യം അങ്ങനെ അധികം വായിച്ചിട്ടില്ല. എന്നാൽ വേറൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഞങ്ങൾ വളരെ വലിയ ധനിക ഫാമിലി ഒന്നും അല്ല, ഒരു ആവറേജ് അതേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ധാരാളിത്തം ഒന്നും ഉണ്ടായിട്ടില്ല. കുറച്ചൊക്കെ ഞെരുക്കമൊക്കെ അറിയാം. നിങ്ങളുടെ പട്ടിണി കിടക്കൊന്നും അല്ലെങ്കിലും ഈ ധൂർത്തുണ്ടായിട്ടില്ല. കുടുംബത്തിൽ ആരുടെയും ഭാഗത്ത് ധൂർത്തുണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഇഷ്ടം പോലെ ചിലവാക്കുകയോ അപ്പോൾ സ്വാതന്ത്ര്യം വരും ഇതൊക്കെ മനസ്സിൽ വരും. ഞങ്ങളുടെ 5-6 പേർ ഒന്നിച്ചാ മക്കൾ സ്കൂളിൽ പോകുന്നത്. ബുക്കുണ്ട്, നോട്ട്ബുക്ക് വേണമെങ്കിൽ അന്ന് ഇത്രേ പോലെ വ്യാപകമായിട്ടില്ല, ഭയങ്കര വിലയുമാണ്. ബൈൻഡ് ചെയ്ത ബുക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഞങ്ങൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പേപ്പർ വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് വീട്ടിലിട്ട് ചേട്ടന്മാരും എല്ലാവരും കൂടി ഇരുന്നുകൊണ്ട് പേപ്പർ ആവശ്യത്തിനെടുത്ത് മടക്കി അതിൻ്റെ ഇത് കുത്തിക്കെട്ടി ആശാരിയുടെ കൊടുത്ത് മുറിച്ച് കറക്റ്റ് ബുക്കിൻ്റെ അളവിലാക്കി എത്ര പേജ് 200 പേജ് ആക്കി കൊടുക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടു വളർന്നത് കൊണ്ടും പിന്നെ അവരുടെ കൂടെയൊക്കെ ഓരോ മീൻ പിടിക്കാനൊക്കെ അവർ അതിൻ്റെ കൂടെ സഹായിക്കാൻ പോകും. അങ്ങനെയൊക്കെ ഒരു ജീവിതം എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് അത് വീട്ടിൽ തന്നെ ഈ നമ്മുടെ സന്യാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അല്ലേ കിട്ടി. ഫെയ്ത്ത് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ ആ ഒരു സങ്കല്പം നമുക്ക് അത് മുതലേ വിചാരിക്കുന്നതിൽ തെറ്റില്ലെന്ന് എനിക്ക്. കാരണം ഒരുപാട് റിച്ച് അല്ലാഞ്ഞത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നും അങ്ങനെ എനിക്ക് അതിന് താല്പര്യമില്ല റിച്ച് ആകാനോ ധനികനാകാനോ ഒന്നും. കാരണം അന്തരീക്ഷം ഞങ്ങൾ ഒന്നിച്ച് കുറേ പേര് വളർന്നു. ലിമിറ്റഡ് ലൈഫാണ്, വലിയ ധാരാളിത്തം ഒന്നുമില്ല. എന്നാൽ അത്യാവശ്യങ്ങളൊക്കെ നടന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കാനോ അങ്ങനത്തെ ആവശ്യമില്ലാത്ത ചിലവുകളൊന്നുമില്ല. കോളേജിൽ പോകും, ബസ്സിന് പോകണം, തിരിച്ചു വരും, ബാക്കി നടക്കും. എന്നാൽ കൃഷ്ണാപ്പള്ളി ചെന്ന് കഴിഞ്ഞ് ഇത് തന്നെ ഉണ്ടായി. അതായത് പഠിക്കുന്ന ആശ്രമത്തിൽ നിന്ന് കോളേജിൽ പോകണേ കുറച്ച് ദൂരമുണ്ട്. അത് ബസ്സിൽ പോകാൻ അല്ലെങ്കിൽ നടന്നു പോകാം. എത്ര കിലോമീറ്റർ നടക്കുമായിരുന്നു? അന്ന് രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടെ ഏലിയസ്വരം ചെമ്മാച്ചനും എല്ലാം കൂടെ നടക്കുന്നത്. ഒരു മണിക്കൂർ കൂടുതൽ നടക്കണം. കോളേജിലേക്ക് എത്ര ദൂരം നടക്കും. 10 കിലോമീറ്റർ ഉണ്ട്. 10 ഒന്നുമില്ല, 5 കിലോമീറ്റർ.
അത് നടക്കുക, വെയിലത്തൊക്കെ നടക്കും എല്ലാവരും കൂടെ. വൈകിട്ട് ഇങ്ങോട്ട് പോരാൻ ബസ്സിന് പോരാ, പല സമയത്താക്കും ക്ലാസ് വരും. 14 പൈസയാണ് ടിക്കറ്റ്. അപ്പോൾ ഓരോരുത്തർക്കും സക്രിയാച്ചൻ 14 പൈസ വെച്ച് കൊടുക്കും. 1 വേ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ശീലിച്ചതാണ്. ഡിസിപ്ലിനും ഉണ്ടാകും അല്ലേ, ഫിനാൻഷ്യൽ അപ്പോൾ അത് ഡിസിപ്ലിൻ. നമുക്ക് അതിനകത്ത് ചേർന്ന് പോകുന്നതിനകത്ത് യാതൊരു വിരോധവും തോന്നിയില്ല. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു അച്ചടക്കം, ഇങ്ങനെയുള്ള ചില ത്യാഗശീലങ്ങൾ, ഇതെല്ലാം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ശീലിച്ചു, എങ്ങനെയോ അത് രക്തത്തിലുണ്ട്. ഉണ്ടായി. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം, അതേപോലെ തന്നെ ഈ പള്ളിയിലെ അന്തരീക്ഷം, അതേപോലെ ഈ കുടുംബ പ്രാർത്ഥനയൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാവരും കൂടി പ്രാർത്ഥിക്കും. അപ്പോൾ അന്ന് നിർബന്ധമാണ്. ബൈബിൾ വായന ദിവസം വായിക്കും, പാട്ട് പാടുന്നുണ്ടായത്. പ്രത്യേകിച്ച് സീനിയേഴ്സ്, ചേട്ടന്മാരും അമ്മയൊക്കെ എല്ലാവരും കൂടെ എല്ലാവരും ലീഡ് ചെയ്യുന്നവരായിരിക്കും. ഞങ്ങളെല്ലാം കൂടുകയും കാണാപ്പാടം പഠിക്കുകയൊക്കെ ചെയ്യും. ബൈബിളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ ബൈബിൾ നമ്മളെ ആകർഷിച്ച ഏതെങ്കിലും ഭാഗങ്ങളോ ഏതെങ്കിലും പിന്നെ വാക്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തന്നിരിക്കുന്നു? കഥകളൊക്കെ വായിച്ച് കഥകളല്ല ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ആശയം, ഒരു കൺസെപ്റ്റോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ രൂപപ്പെടുത്താൻ നമ്മളെ സഹായിച്ച ഏതെങ്കിലും? രൂപപ്പെടുത്താൻ എല്ലാം കൂടെ സഹായിച്ചെന്ന് പറയാം. അങ്ങനെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ വായിക്കുന്നില്ല, നമുക്ക് അത്രയും ഗ്രഹണശക്തി ഒന്നും അന്നില്ല കാലത്ത്. നിർബന്ധമായിട്ട് എല്ലാ ദിവസവും വായിക്കും, അല്ലെങ്കിൽ വായിച്ച് കേൾക്കും. അതെല്ലാം അന്ന് വളരെ റിലീജിയസ് ആയിട്ടാണ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് എന്നല്ല, എല്ലാം ഉൾക്കൊള്ളുമായിരുന്നു. ചില കഥാപാത്രങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതായിരുന്നു? ഇഷ്ടപ്പെട്ട നമ്മൾ സന്ദർഭമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഈ ഡിസൈപ്പിൾസിന്റെ രീതിയൊക്കെ ആകർഷിച്ചിട്ടുണ്ട്. എല്ലാം ഇട്ടിട്ട് പോരുന്ന രീതി, ഉപേക്ഷിച്ച് പോകുന്ന രീതി പോയതുണ്ട്. നമ്മൾ ഈ ദീവനസിനെ കാണാൻ പോയ ആദ്യത്തെ മനുഷ്യരുടെ അവരുടെ ഇൻഡിസിപ്ലിനോ അല്ലെങ്കിൽ ദുസ്വാതന്ത്ര്യമോ എന്നൊക്കെ പറയുന്നതൊക്കെ അതൊരു പാഠങ്ങൾ അന്ന് തന്നിട്ടുണ്ട്. എന്തോ ദൈവത്തിൻ്റെ അവിടെ ഇത്രയെല്ലാം ആയിട്ടും ദൈവം അവരെ രക്ഷപ്പെടുത്താനുള്ള പദ്ധതി തയ്യാറാക്കുന്നത്. നമുക്ക് കൈവിടത്തില്ല ദൈവം. അപ്പം അങ്ങനെ ഒരു ചിന്തയുണ്ട്. നമ്മൾ എന്ത് വലിയ പ്രശ്നത്തിൽ വന്നാലും ദൈവം കൊണ്ട് കൂട്ടും. അപ്പോൾ ഒരു അടിയുറച്ച ഒരു ദൈവവിശ്വാസം എന്ന് പറയുന്ന ഒരു സങ്കല്പം തിരുവനന്തപുരത്ത് ആ ബാല്യം മുതലേ അങ്ങനെ ഈ ബൈബിൾ വായന, ആരാധന അങ്ങോട്ട് വിശദീകരിക്കാനോ ഡിഫൈൻ ചെയ്യാനോ ഉണ്ടായിരുന്നു. അതിന് ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അതാ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അല്ല, ആ അനുഭവത്തിന്റെ ഒരു മിസ്റ്റിക് അനുഭവം പോലെ നമുക്ക് എപ്പോഴെങ്കിലും? അതിലൊന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ പള്ളിയിൽ, ഇവിടുന്ന് കല്ലുപ്പാറ പള്ളിയിലെ ഹോളി വീക്കിലെ എല്ലാത്തിനും അറ്റൻഡ് ചെയ്യും. അതന്നെ ഞങ്ങൾ വേറെ ലോകത്തെത്തിച്ചു. നമുക്ക് എല്ലാം പറ്റും മനസ്സിലാകത്തില്ലെങ്കിലും അതൊരു, ഞാൻ പ്രിൻസിനിൽ പോയപ്പോൾ അവർ ചോദിച്ചപ്പോൾ ഞാൻ ഇത് തന്നെ പറഞ്ഞു. ഈ ഗുഡ് ഫ്രൈഡേ ഒക്കെയുള്ള ഈ ആരാധന ഒത്തിരി സമയം എടുക്കും, 4-4 തീരത്തുള്ളെങ്കിലും അതൊരു വേറെ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകാം. സംഗീതമൊക്കെ ട്രാൻസ്. ഇപ്പം നമ്മൾ അവിടെ അല്ല നിൽക്കുന്നത് തോന്നി. അതുപോലൊക്കെ അത്ര ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിട്ട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിഗ്രി തൃശ്ശൂർപ്പള്ളിയിലെ ഒരു അനുഭവം എന്ന് പറയുന്നത് അവിടെ പ്രതികൂലമായ കാലാവസ്ഥ നമുക്ക് ഇതെല്ലാം, പിന്നെ അതേപോലെ അവിടുത്തെ ഡിസിപ്ലിൻ, അവിടെ അന്നത്തെ നമ്മുടെ സക്രിയമാ ദീവന്യാസ നിർമ്മാനായിരിക്കുന്ന സമയത്താണ് അല്ലേ? അച്ഛനായിരിക്കും സമയത്താണ് അദ്ദേഹം അവിടുത്തെ ഹെഡ് മാസ്റ്ററാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ ആവോ. അപ്പോൾ അദ്ദേഹമാണ് അന്നത്തെ ഒരു ഗുരു എന്ന് പറയുന്നത്. ഡിസിപ്ലിനേറിയനാണ്. എങ്ങനെയാണ് ഡിസിപ്ലിൻ? എന്താ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചത്? എല്ലാം നമ്മൾ സമയത്ത് ചെയ്യണം, തെറ്റിക്കാതെ ചെയ്യണം. എന്തെങ്കിലും തെറ്റിയാൽ അദ്ദേഹം ശിക്ഷിക്കുകയും ചെയ്യും. എന്നെ ശിക്ഷിച്ചിട്ടില്ലെങ്കിലും അടിയൊക്കെ കൊടുക്കുകയും നല്ലതായിട്ട് ശിക്ഷിക്കും, കീപ്പ് ചെയ്യും. എല്ലാവർക്കും അതറിയാൻ ഭയമുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമാതിരി അച്ചടക്കത്തിൽ പോകും. കാരണം അദ്ദേഹത്തെ അച്ചടക്കമായിട്ട് ജീവിക്കുകയും ചെയ്യും, പറയുന്നത് മാത്രമല്ലല്ലോ. അത് കണ്ടാണ് ഞങ്ങളെല്ലാം വളർന്നത്. അപ്പോൾ ആദ്യം എനിക്ക് ഇവിടുന്ന് അതേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ദക്ഷിണാപ്പള്ളിക്ക് പോയി. നമ്മുടെ ദേറായി ചേർന്ന് ഉടനെ തന്നെ 2 ആഴ്ച കഴിഞ്ഞ് പോവുക. ഉടനെ തന്നെ കോളേജിൽ ചേരാൻ പോവുകയാണ്. പിന്നെ അവിടുത്തെ സന്യാസ വസ്ത്രമൊക്കെ ധരിക്കുന്നതിന് കുറേ നാൾ കഴിഞ്ഞിട്ടാണ്. ആദ്യം നമ്മളെ ഒരു ഉടുപ്പും ഒറ്റ മുണ്ടും കൂടെ പൊക്കോളം കുറച്ച് പോയി. പിന്നെ കഴിഞ്ഞ അപ്പോൾ അന്ന് ഇദ്ദേഹത്തിൻ്റെ കീഴിലായതുകൊണ്ട് അദ്ദേഹം എല്ലാവരെയും അങ്ങനെ ആ മതിരി വിട്ടൊരു എല്ലാം വളരെ മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു. വേറെ ആരും അത്രയും ഞാൻ കണ്ടിട്ടില്ല, വേറെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അന്നുണ്ടായിരുന്നവർക്ക് അത് കുറേ കിട്ടി. ഞാൻ ശ്രീവാച്ചനുണ്ടായിരുന്നു, ഇന്നത്തെ ഏലിയാസ് ചെമ്മാച്ചനുണ്ടായിരുന്നു. അവരുടെ ശ്രീവാച്ചനൊക്കെ അന്ന് ബ്രദറാ. കൊച്ചുമ്മനുണ്ടായിരുന്നു, കൊച്ചുമ്മൻ ചെമ്മാച്ചനായിട്ടൊക്കെ വന്നേ ഉള്ളൂ. ഗബ്രിയേൽ ചെമ്മാച്ചനാണ്, ഗബ്രിയേൽ റമ്പാച്ചൻ. അപ്പോൾ അന്ന് അങ്ങനെ ഒരു സമൂഹമുണ്ട്. അപ്പോൾ അവരെല്ലാം അവരെ രൂപപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ അവിടെ അന്തരീക്ഷം ഇതായിരുന്നു, സ്വീകരിച്ചു. ഒത്തിരി പരിമിതികൾ തന്നെ ചെയ്ത് പോകുന്നത്, പള്ളിയിൽ പോകുന്നതൊക്കെ ഇവിടുത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. അവിടെ ചൂടുമാണ്, അതിഭയങ്കരമായ ചൂടും. പിന്നെ ജീവിക്കും.
ജീവിത സൗകര്യം കിടന്നുറങ്ങാൻ ഞങ്ങൾ ടെറസിലാണ് കിടന്നുറങ്ങുന്നത്. ഓക്കെ. ചൂട് കാലത്ത് ടെറസിൽ പോകും, അതിഭയങ്കരമായ ചൂടാണ്, AC ഒന്നും ഇല്ലല്ലോ, കൊതുകുമുണ്ട്, ടെറസിൽ പോയി കിടന്നുറങ്ങും ഓക്കെ. മിക്കവാറും ദിവസം. അപ്പോൾ നമ്മൾ വീട്ടിലെ സുഖ സൗകര്യത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഒരു പറിച്ചു നട്ടപ്പോഴേ നമുക്ക് ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ അല്ല, അത് ഒരു നന്നായി, കാരണം വീട്ടിലങ്ങനെ വലിയ എക്സ്ട്രാ സുഖ അല്ല, സൗകര്യങ്ങൾ എന്നാലും നമുക്ക് ഇത്രയും വേണ്ടില്ല. അവിടെ വന്നപ്പോൾ അതൊക്കെ കുറഞ്ഞു. അല്ല, വീട്ടിനെക്കാട്ടിലും കുറഞ്ഞു കുറഞ്ഞു സൗകര്യങ്ങൾ സൗകര്യങ്ങൾ കുറഞ്ഞു. പക്ഷെ അതൊന്നും എനിക്ക് തോന്നിയില്ല. ഇല്ല. എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റും, തോന്നിയില്ല. ആ ആ ഇട്ടറിഞ്ഞിച്ച് പോകണമെന്നൊന്നും തോന്നിയില്ല. ഇതാണ് നമ്മുടെ വഴി എന്ന് നമുക്ക് അങ്ങനെ തോന്നി. അപ്പോൾ നമ്മുടെ കോളേജ് പഠിക്കുന്ന സമയത്ത്, അപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അവിടുത്തെ പ്രഗത്ഭ അധ്യാപകരൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹം ഒരു സംഗീതജ്ഞനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരാളാണ് അവിടെ ഞാൻ കണ്ടതിൽ ഏറ്റവും പ്രഗത്ഭനായ ആളാണ് രാജീവ് താർനാഥ്, ഡോക്ടർ രാജീവ്, ഈയിടെ മരിച്ചുപോയ ആൾ. സരോദിന്റെ ആൾ. അദ്ദേഹത്തെ അന്ന് അദ്ദേഹം എന്താ പഠിപ്പിച്ചിരുന്നത്? അദ്ദേഹം റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് അവിടെ എഞ്ചിനീയറിംഗ് വേണ്ട ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ആൾ അവിടെ നിന്ന് പോന്നു. എങ്ങും അങ്ങനെ നിൽക്കില്ല, ഇവിടെ വന്ന് 1.5 വർഷം ഉണ്ടായിരുന്നു. 1.5 വർഷവും ഞങ്ങളെ പഠിപ്പിച്ചു. ഓ ശരി. അപ്പൊ രാജീവ് താരാനാഥ് അന്ന് ഈ പറയുന്ന സരോദൻ അതിനകത്ത് സംഗീതമുണ്ട്, സംഗീത കച്ചേരിക്കൊക്കെ പോകുമായിരുന്നു. പക്ഷെ നമുക്ക് ഈ ഒരു ഒരു എന്താണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആളെന്നുള്ള നിലയ്ക്കാണ് പ്രൊഫസറായിട്ട് ഞങ്ങൾക്ക് വന്ന് പ്രധാന TS Leyte ഉൾപ്പെടെയുള്ളതെല്ലാം ഞങ്ങളെ പഠിപ്പിച്ചത് ഇദ്ദേഹമാണ്. TS Leyte പഠിപ്പിച്ചു. TS Leyte അതിൽ ഡോക്ടറേറ്റ് TS Leyte ഇല്ല. ശരി. അപ്പോൾ അതൊക്കെ പഠിപ്പിച്ച് പറയുന്ന ഇപ്പം ഞാൻ എഴുതിയെടുക്കും. അദ്ദേഹം പറയുന്ന എല്ലാ വാക്കും അക്ഷരവും ഞാൻ കുറിച്ചു. മകളെ 15 വരെയുള്ള MA ക്ലാസ്. BAക്ക് അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല. BAക്ക് അത്ര പ്രഗത്ഭ അധ്യാപകരൊന്നുമില്ലായിരുന്നു. ആ പാടുള്ള EWP തോമസ് മാത്രമേ ഉള്ളൂ. ബാക്കി ആരും വലിയ നിലവാരമുള്ളതായിട്ട് കണ്ടില്ല. ഈ മനുഷ്യൻ അസാധാരണമായി ലോകോത്തര നിലവാരമെന്ന് പറയാം. അതുപോലുള്ള ആരാധന രാജീവ് താർനാഥ്. ഇംഗ്ലീഷ് ഭാഷയുടെ ഉപയോഗം അതെന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ അഴീക്കോട് സാറിൻ്റെ മലയാളം പോലെ രാജീവ് താരനാഥിൻ്റെ ഇംഗ്ലീഷ്, അതിൻ്റെ ആ ഒഴുക്ക്, അത് പദങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകുകയാണ്. അതിനകത്ത് സംസ്കൃതം വേണോ, സംഗീതം വേണോ, ഈ പഴയ ലെജൻഡ് വേണോ, ഏത് ഭാഷ വേണോ, അതെല്ലാം ഇതിനകത്തുണ്ടാകും. സർവ്വ ചോദ്യം എന്നോട് ചോദിക്കും. ഞങ്ങൾ MAക്ക് പഠിക്കും, ഞങ്ങൾ 15 പേരോട് ചെറിയൊരു മുറിയാണ്. വരുമ്പോഴേ മുറിയൊക്കെ അടച്ച് കുറ്റിയിട്ട് വെച്ചാൽ പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ ഒരു ഇതൊക്കെ കാണും, ചായ ഒക്കെ കൊണ്ടുവരുന്ന ഒരു വെളിയിൽ പോയി ജീവിച്ച ആൾ. അങ്ങനെ പഠിപ്പിക്കുന്നു പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ആയുസ്സിൽ ഇതുപോലെ വിഷയം ഗ്രഹിച്ച് സംഗീതം പോലെയാണ് സമീപിക്കാൻ ക്ഷമതയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ അസാധാരണ, അതുപോലെ ചോദ്യം ചോദിക്കും. അദ്ദേഹത്തിൻ്റെ മനസ്സിങ്ങനെ ഒരു തുറന്ന ലോകമാണ്. നമ്മൾ ദൂരെയാണ് നിൽക്കുന്നത്. ഇത് ഹഠാത് ആകർഷിച്ചു. അദ്ദേഹത്തെ പിന്നീട് കണ്ടല്ലോ, നേരിട്ട് പോയി കണ്ടില്ല അവസാന കാലത്ത് അദ്ദേഹത്തെ? അവസാനം ഞാൻ പോയി മരിക്കുന്നതിന് പോയി കണ്ടു. അന്നേരം ഓർമ്മയൊക്കെ എവിടെയാണെന്ന് എനിക്ക് അറിയാൻ മേലായിരുന്നു. 1 വർഷം മുമ്പ് കേരളത്തിൽ വന്നു, എന്തോ ഒരു അവാർഡ് വാങ്ങിക്കാൻ വന്നു. അങ്ങനെയാണ് ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയും. ഇപ്പോൾ ഞാൻ ആരോ വിളിച്ച് ആ നമ്പരും ഒക്കെ തപ്പിയെടുത്ത് ബാംഗ്ലൂർ വിളിച്ച് പറഞ്ഞ് മൈസൂറിൽ വിളിച്ച് ഇങ്ങനെ അപ്പോൾ ഓർമ്മയൊക്കെ ഉണ്ട്, എല്ലാം പറഞ്ഞു. ഞാൻ അവിടെ മൈസൂരിൽ പോയി വിളിച്ച് ഞാനും അവിടുത്തെ ഇപ്പനും പഴയ മാനേജ്മെൻറ്റ് മെമ്പറെല്ലാം കൊണ്ട് പോയി കണ്ട് വലിയ സന്തോഷമായി. ഇരിക്കുക. ആ ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, അതിരിപ്പുണ്ട്. വലിയ സന്തോഷമായി. അപ്പോൾ എനിക്കന്ന് ഞാൻ MA കഴിഞ്ഞിട്ട് PhDക്ക് പോകുന്നുണ്ട്, കേരള യൂണിവേഴ്സിറ്റി പോകുമ്പോൾ ഒരു ലെറ്റർ എഴുത്തത്, ടെസ്റ്റിമോണിയൽ കൈകൊണ്ട് എഴുതി, ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. സുന്ദരമായ എഴുത്ത്, എല്ലാം ഹൃദയം തുറന്ന് എഴുതിയിരിക്കുക. എൻ്റെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നൊക്കെ പറഞ്ഞോട്ടെ. ചെന്ന് കണ്ടു, വളരെ സന്തോഷം. ഞാൻ എൻ്റെ പുസ്തകം അദ്ദേഹത്തിന് കൊടുത്തു, എൻ്റെ പുസ്തകങ്ങളൊക്കെ കൊടുത്തു. കുറേ നേരം വർത്തമാനം. അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് സംഗീതത്തിലേക്ക് ഫുൾ ടൈം സംഗീതത്തിലേക്ക് പോയത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്തോ ഈ സംഗീതത്തിൻ്റെ വലിയ ആചാര്യന്മാരുണ്ടല്ലോ, ഉസ്താദ് അലി ഖാൻ എന്നൊക്കെ പറയുന്നത്, അപ്പോൾ അവരുടെ കൂടെ പോയി ചേർന്നു. അപ്പോൾ അവർ ചോദിച്ചെന്ന് പറഞ്ഞു, ആർ യു നോട്ട് അഷെയിം, യു ആർ സ്റ്റിൽ ആഫ്റ്റർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, യു ആർ എ മ്യൂസീഷ്യൻ, എ സ്പെഷ്യൽ ടാലൻറ്റ്, ത്രോ അവേ യുവർ ഇംഗ്ലീഷ് പ്രൊഫസർഷിപ്പ്. അങ്ങനെ ചോദിച്ചു. പുള്ളിയോട് പറഞ്ഞു, അവരോട് ചോദിച്ചു, ആർ യു നോട്ട് അഷെയിംഡ്? പോയ കഥ എല്ലാവരോടും പറഞ്ഞു പഠിച്ച് വയ്യാതിരിക്കുകയാന്ന്. പിന്നെ ഒരു 6 മാസം ജീവിച്ചോളൂ. ഇതുപോലൊരു മനുഷ്യനെ, ഇതുപോലൊരു ബ്രെയിനിയാണ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ രാജീവ് താരാനാഥിനെ പോലുള്ള അധ്യാപകർ നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും അതേപോലെ ഇംഗ്ലീഷ് ഭാഷയും നമ്മളെ പഠിക്കാനും പരിശീലിക്കാനും നമ്മളെ ഒത്തിരി പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരാൾ ഒരു മനുഷ്യരും അങ്ങനെയാണോ തിരുവനന്തപുരം ഇംഗ്ലീഷിലുള്ള താല്പര്യവും ഇംഗ്ലീഷും അതോടൊപ്പം അദ്ദേഹം
T.S. എലിയറ്റിൻ്റെ 4 ക്വാർട്ടേഴ്സൊക്കെ അതിൻ്റെ അത് സന്യാസമൊക്കെ ഉണ്ട്, ഉണ്ട്. ഈ വർജനും ഒക്കെ ഉണ്ട്. അത് നല്ല ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതെല്ലാം അദ്ദേഹത്തിന് അറിയാം. അതിൽ നിന്ന് ഒത്തിരി കിട്ടിയിട്ടുണ്ട് എനിക്ക്. അഴീക്കോടിൻ്റെ പ്രസംഗം പോലെ തന്നെ ഈ രാജീവ് താർനാഥിൻ്റെ നിർഗളിക്കുന്ന അറിവ്, ഭാഷ, അനുഭവജ്ഞാനം അത് പിന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട് അന്നും ഇന്നും. പിന്നെ പ്രിൻസണിൽ പോയപ്പോഴാണ് ഇതുപോലെ ആ കാലിബറുള്ള 1-2 പേരെ കാണുന്നത്. വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല.